ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ബ്ലൈൻഡ്ലി വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അൾട്ടിമേറ്റ്ലി ഇത് അബദ്ധമാവും, അല്ലെങ്കിൽ നല്ല പണി കിട്ടുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഞാൻ റീസെൻ്റ്ലി ഒരു റീല് കാണുന്നതിൻ്റെ ഇടയിൽ കണ്ടതാണ്. വെറും 20 രൂപ കൊണ്ട് നമുക്ക് ഇ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം, ഇ കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാമെന്നൊക്കെ ഉള്ള വീഡിയോ. സോ ഈ വീഡിയോ ഇടുന്ന ആൾക്കാരെ ഞാൻ പരാമർശിക്കുക അങ്ങനല്ല, കാരണം അത് ഹുക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റീച്ചിന് വേണ്ടിയിട്ടൊക്കെ മാർക്കറ്റിംഗ് ടൈപ്പായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ചെയ്യുന്നവരാണ് എൻ്റെ ചോദ്യം, അല്ലെങ്കിൽ ഈ ചെയ്യുന്നവരാണ് ചിന്തിക്കേണ്ടത്. സംഭവം എത്രയേ ഉള്ളൂ, 20 ഉറുപ്പ്യ കൊണ്ട് ഈ പരിപാടി നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. 20 ഉറുപ്പ്യ മീൻസ് ഷോപ്പിഫൈൻ്റെ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ 20 ഉറുപ്പ്യ നിങ്ങൾക്ക് ഒരു 3 മാസം കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും 2000 പെർ മന്ത് സബ്സ്ക്രിപ്ഷൻ ചാർജ് വരും. പിന്നെ ഇതൊന്നല്ല ചെലവ് എന്ന് പറഞ്ഞാൽ ഇതിന് കൂടെ ഡൊമൈൻ പർച്ചേസ് ചെയ്യണം, ഹോസ്റ്റിംഗ് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് ഒരു പെർസെൻറ്റേജ് നമുക്ക് കമ്മീഷനായിട്ട് പോകും. ഇങ്ങനെ ഒരുപാട് ചെലവ് ഇതിലുണ്ട്. വെറുതെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ മാത്രം കണ്ടാണ്ട് ചെയ്തിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇറങ്ങുക. കാരണം റിസർച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എല്ലാ വെർട്ടിക്കലും അറിയാം. ചില സാധനങ്ങൾ ചെയ്ത് പണി കിട്ടിയോണ്ട് തന്നെ ഞാൻ പറയുന്നത് നല്ലോണം നോക്കിയിട്ട് ചെയ്യാം. കാരണം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ മൊത്തത്തിലൊരു ഇൻഫർമേഷൻ അബണ്ടൻസ് ആണ് കിടക്കുന്നത്. അപ്പോൾ നല്ല ആലോചിച്ച് നോക്കിയിട്ട് ചെയ്തോളൂ.